بسم الله الحمد لله الصلاة والسلام على رسول الكريم وعلى آله وصحبه أجمعين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن هؤلاء لشرذمة قليلون صدق الله العظيم. ബഹുമാനപ്പെട്ട ഉസ്താദുമാർ, മറ്റെന്റെ ശബ്ദം ശ്രവിക്കുന്ന മുതഅല്ലിം സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അത്യുന്നതനും അഖിലാധികാരിയുമായ പ്രപഞ്ചനാഥന്റെ വിശിഷ്ട അടിമകളാണ് ഞാനും നിങ്ങളും അടങ്ങുന്ന മനുഷ്യർ. ആ മനുഷ്യരാകമാനം ജീവിതത്തിലുടനീളം പാലിക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യേണ്ട സർവ്വ നിയമനിർദ്ദേശങ്ങളും ആ സൃഷ്ടാവ് തന്നെ പറഞ്ഞു തരികയും പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ നിയമങ്ങൾക്കനുസൃതമായി മുന്നോട്ട് നടക്കുമ്പോൾ സർവാർത്ഥത്തിലും സൗരഭ്യ സമ്പൂർണമാകും ലോകത്തിന്റെ താളവും രാഗവും. ബഹുമാനികളെ, ഇസ്ലാം ഒരു സമ്പൂർണ്ണ മതമാണ്. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുൽ ഇസ്ലാമ ദീന എന്ന് നാഥൻ ഖുർആനിൽ പറഞ്ഞു വെക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നതും ഇതേ യാഥാർത്ഥ്യമാണ്. എങ്കിലും 77 വർഷത്തെ ചരിത്രത്തിനിടെ ഇസ്ലാമിനേറെ വെല്ലുവിളികൾ നേരിടുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് ഇന്ന് രാജ്യം കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ നൂറ്റാണ്ടിൽ മതേതരത്വത്തിലും സമാധാനത്തിലും ലോകരാഷ്ട്രങ്ങൾക്ക് മാതൃകയായിരുന്ന ഇന്ത്യ മഹാരാജ്യം ഇന്ന് ഭരണഘടനയുടെ ആത്മാവായ മതേതരത്വത്തെ പോലും വെല്ലുവിളിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ വർഗീയതയും വിഭാഗീയതയും നാടുവായുന്ന ഒരു ഇരുണ്ട ഭാവിയിലേക്കാണ് നാം മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ബഹുമാനികളെ, വർഷങ്ങൾക്ക് മുമ്പ് ആയിരക്കണക്കിന് മുസ്ലിങ്ങളെ വർഗീയ കോമരങ്ങൾക്ക് മുന്നിൽ ഇട്ടുകൊടുത്ത് കയ്യും കെട്ടി നോക്കി നിന്നവർ ഇന്ന് രാജ്യത്തിന്റെ സുപ്രധാന പദവിയിലിരുന്ന് ഫിർഔൻ ബനു ഇസ്രായേലിനെ വിലയിരുത്തിയതുപോലെ എന്ന് പറഞ്ഞ് ന്യൂനപക്ഷമാണെന്ന് കരുതി ഈ ഇസ്ലാമിനെയും മുസ്ലിം സമുദായത്തെയും ഈ രാജ്യത്തിൽ നിന്ന് എടുത്തു കളയാനാണ് ഉദ്ദേശമെങ്കിൽ ഇത് ഉമ്മത്തെ മുഹമ്മദിയാണ്. 313 പേർ വരുന്ന ആയിരക്കണക്കിന് വരുന്ന ശത്രുക്കളെ തുരത്തിയ ബദറിന്റെ ചരിത്രമുള്ളവരാണ്. ിന്റെ ശക്തികൾ ഒന്നടങ്കം കച്ചകെട്ടി ഇറങ്ങിയപ്പോഴും പതറാത്ത വിശ്വാസം കൊണ്ട് അവരെ നേരിട്ട ഖൈബറിന്റെ ചരിത്രമുള്ളവരാണ്. അതുകൊണ്ട് ഈ ഇസ്ലാമിനെയും മുസ്ലിം സമുദായത്തെയും ഈ രാജ്യത്തിൽ നിന്ന് എടുത്തു കളയാനാണ് ഉദ്ദേശമെങ്കിൽ ഇസ്ലാമിനെതിരെ തിരയുന്ന മുഴുവൻ ഭരണാധികാരികൾക്കും മുന്നറിയിപ്പായി ഇന്നും ഈജിപ്തിന്റെ മണ്ണിൽ മലർന്നു കിടക്കുന്ന ഒരു ശവശരീരമുണ്ട്. ആ ശവത്തിന്റെ ഓരത്തുകൂടി നടന്നു പോകുമ്പോൾ അവിടെ നിന്നും കേൾക്കാം, ഞാൻ നോക്കുമ്പോ ബനു ഇസ്രായേലും വളരെ ന്യൂനപക്ഷമായിരുന്നു. അവർക്ക് ആൾബലമില്ലായിരുന്നു, ആയുധബലമില്ലായിരുന്നു. ഞങ്ങൾക്ക് അവരെക്കാൾ എത്രയോ സമ്പത്തുണ്ടായിരുന്നു, പ്രവിശാലമായ അധികാരമുണ്ടായിരുന്നു. പക്ഷേ പ്രവിശാലമായ ഫിർഔന്റെ അധികാര സാമ്രാജ്യത്തെയും അവന്റെ പട്ടാളത്തെയും നൈലിന്റെ ചളിക്കുയിലിട്ട് താഴ്ത്തിയിട്ട് അല്ലാഹു പറഞ്ഞു, ഈ ഐഹിക ജീവിതത്തിൽ മാത്രമല്ലട്ടോ, നാളെ നാഥന്റെ ദർബാറിലെത്തുമ്പോൾ അവിടെയും നാഥന്റെ ശാപത്തിൽ രേഖേണ്ടി വരും. അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടത് ഒരു സുന്ദരമായ രാജ്യമാണ്. സാരേ ജഹാം സെ അച്ഛാ ഹിന്ദുസ്ഥാൻ ഹമാരാ എന്ന് അല്ലാമ ഇക്ബാൽ പാടിയതുപോലെ കശ്മീർ മുതൽ കന്യാകുമാരി വരെയും ഗുജറാത്ത് മുതൽ ആസാം വരെയും വൈവിധ്യ സമ്പൂർണമായ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. ഈ രാജ്യത്ത് അരാജകത്വത്തിന്റെയും വർഗീയതയുടെയും വിത്തുപാകി രാജ്യത്തിന്റെ പൈതൃകത്തെയും ചരിത്രത്തെയും കരിപൂശി വിദ്യാഭ്യാസ സമ്പ്രദായത്തെ ഹിന്ദുത്വവൽക്കരിക്കാനുള്ള ശ്രമങ്ങൾ അണിയറയിൽ തകർത്തിയായി നടന്നുകൊണ്ടിരിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് മൗലാന മുഹമ്മദ് അലി ജൗഹറും ഗാന്ധിജിയും നെഹ്റുവും തോളോട് തോള് ചേർന്ന് നേടിയെടുത്ത സ്വതന്ത്ര ഭാരതം എന്ന സ്വപ്നം ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീഴുകയാണ്. അതുകൊണ്ട് പന്നിയെ അറുക്കുന്നവർ അറുക്കുകയും വെറുക്കുന്നവർ വെറുക്കുകയും ചെയ്യുന്നതുപോലെ പശുവിനെ ഭുജിക്കുന്നവർ ഭുജിക്കുകയും പൂജിക്കുന്നവർ പൂജിക്കുകയും ചെയ്യുന്ന സ്വതന്ത്രമാണ് ഞങ്ങൾക്ക് വേണ്ടത്. അല്ലാതെ ഈ രാജ്യന്മാരുടെയും കുത്തകയല്ല. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ അരമനയിൽ അടിയറവെക്കാൻ ഈ രാജ്യം വർഗീയവാദികൾക്ക് അനന്തരമായി കിട്ടിയതുമല്ല. മറിച്ച് ഈ രാജ്യത്തിന്റെ അന്തരീക്ഷത്തിൽ ഞങ്ങളുടെ പിതാക്കന്മാരുടെ രക്തത്തിന്റെ ഗന്ധമുണ്ട്. ഈ രാജ്യത്തിന്റെ ഓരോ മണൽത്തരികളിലും ഞങ്ങളുടെ പിതാക്കന്മാരുടെ രക്തത്തിന്റെ നിറമാണുള്ളത്. അജയ്യനായ അഖിലാണ്ട മണ്ഡലങ്ങൾ അടക്കി വരുന്ന നാഥനുള്ള അചഞ്ചലമായ വിശ്വാസം. ഈ രക്തം ഈ സിരകളിൽ ഓടോടുന്നിടത്തോളം കാലം ഈ മുസ്ലിം സമുദായത്തെ എന്നല്ല, ഇസ്ലാമിന്റെ ഒരു ചിഹ്നത്തെ പോലും നിങ്ങൾക്ക് തൊടാൻ സാധിക്കില്ല. കാരണം ഞാൻ ജീവിച്ചിരിക്കെ ഇസ്ലാമിനൊരു കോട്ടമോ എന്ന് ചോദിച്ച അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ പിൻഗാമികളാണ് ഞങ്ങൾ. അതുകൊണ്ട് മുസ്ലിം സമുദായം അജയ്യനായ അള്ളാഹുവിൽ വിശ്വസിക്കുന്നിടത്തോളം കാലം
നമ്മൾ ഈ രാജ്യത്ത് ജീവിക്കും, അതും പൂർണ്ണ സ്വാതന്ത്ര്യത്തോടു കൂടി, പൂർണ്ണ സമാധാനത്തോടു കൂടിയും പൂർണ്ണ അവകാശത്തോടു കൂടിയും നാഥൻ തുറക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.